തർജ്ജമയോ പോകട്ടെ, തർജ്ജമയ്ക്ക് സമാന രീതിയിൽ ഇത് മാറി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അതിനൊക്കെ എനിക്കറിയാം, കുറച്ചധികം സമയം ഞാൻ എടുത്തു. മോദി പിണറായിയെ നിയന്ത്രിക്കുന്നു എന്നാണല്ലോ ഇന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ മോദി സർക്കാരിനെതിരെ പാസ്സാക്കിയ എത്ര പ്രമേയങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റും? ഞാൻ 2019 മുതൽ എണ്ണി നോക്കുകയായിരുന്നു. നിയമസഭയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള നയങ്ങൾക്കെതിരെ കൊണ്ടുവന്നത് 7 പ്രമേയങ്ങളാണ്. 7 പ്രമേയങ്ങൾ കേരളത്തിലെ നിയമസഭ പാസാക്കി. മോദി നിയന്ത്രിക്കുന്ന പിണറായി സർക്കാരാണോ മോദി സർക്കാരിനെതിരെ 7 പ്രമേയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്? 2019 പൗരത്വ നിയമ ഭേദഗതി, 2020 കേന്ദ്രത്തിന്റെ കർഷക നിയമങ്ങൾക്കെതിരെ കേരള സർക്കാർ പാസാക്കിയ നിയമസഭയിലെ, 2024 കേന്ദ്ര നയത്തിന്റെ ഞെരുക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്കെതിരെ, 2024 ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനത്തിനെതിരെ, 2024 തന്നെ വയനാടിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ, ഇങ്ങനെ തുടർച്ചയായി കേരളം കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിൽ കേരളം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ പൗരത്വ നിയമ ഭേദഗതി മറികടക്കാൻ കേന്ദ്ര സർക്കാരിന്റെ വളരെ വിഭാഗീയമായ നിയമനിർമ്മാണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വന്തം നിയമനിർമ്മാണം നടത്തിയ ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റേത് സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുണ്ട് സാർ? മറ്റേത് സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? മറ്റേത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം പാസ്സാക്കിയിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ കൊടുത്ത PMC പദ്ധതി വാങ്ങി കൃത്യമായി സ്വന്തം അക്കൗണ്ട് വിരിപ്പിച്ച കോൺഗ്രസ് അല്ലേ രാജസ്ഥാൻ ഭരിച്ചത്? അതേ കോൺഗ്രസ് അല്ലേ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്? അതേ കോൺഗ്രസ് അല്ലേ കർണാടകയിൽ ഉണ്ടായിരുന്നത്? എന്നിട്ട് PMCയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാണ് ഇതാ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് മോദിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് യാഥാർത്ഥ്യത്തോട് പുലബന്ധമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഗ്യാരണ്ടി യുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു കോമഡി യുദ്ധമായി മാറി എന്നുള്ളതാണ് എന്റെ വിഷയത്തിലേക്ക്. ആൻഡ്രൂ അഗസ്റ്റ്.